നോക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസാണ്. ഇത് നിങ്ങൾ പഠിച്ചതാണോ? ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. നിങ്ങളിതിനെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? വി കാൽക്കുലേറ്റഡ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ഡിഫറെൻറ്റ് ഹാഫ് സെൽ. നമ്മളെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് എല്ലാ സെല്ലിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തു. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസിന് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് മീൻസ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ സീരീസ്. രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യുക. ആദ്യത്തെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സീരീസ്. The elements are arranged in the increasing order of their standard electrode potential values, or the series of elements which are arranged in the increasing order of their standard reduction potential are called electrochemical series. ഇനി ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ നമുക്ക് ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും, നിങ്ങളത് നോക്കാം. ജസ്റ്റ് ഇവിടെ നമ്മളൊരു സീരീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത്ര ക്ലിയർ അല്ല. ഇവിടെ ഫ്ലൂറിൻ മുതൽ കാണുന്നുണ്ടാവും വിചാരിക്കുക. ഫ്ലൂറിൻ മുതൽ ലിഥിയം വരെ, ഫ്ലൂറിൻ മുകളിൽ നിന്ന് താഴോട്ട് ഫ്ലൂറിൻ മുതൽ ലിഥിയം വരെ നോക്കാം. അപ്പോൾ ഇതിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ലിഥിയത്തിൽ നിന്ന് ഫ്ലോറിനിലോട്ട് വരുമ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ നമ്മൾ സീരീസിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനെ എഴുതാറുള്ളത്. മുകളിൽ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ ഈ സീറോ വാല്യൂ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എഴുതാറുള്ളത്. അപ്പോൾ അവിടെ ഫ്ലൂറിൽ നിന്ന് ലിഥിയത്തിലോട്ട് എത്തും തോറും ഈ സീറോ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരും. അല്ലെ നമുക്കെന്നെ പറയാം, ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിനിലോട്ട് വരുമ്പോൾ തോറും ഈ സീറോ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അപ്ലിക്കേഷൻ, ടു ഫൈൻഡ് ദ ഫീസിബിലിറ്റി ഓഫ് റിയാക്ഷൻ. എന്താണ് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആർ സ്പോണ്ടേനിയസ്. അല്ലെങ്കിൽ ഒരു ഗാൽവനിക് സെല്ലിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ഫീസിബിളാണ്. ഈ ഫീസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാനൊരു എക്സ്പെരിമെൻ്റ് പറഞ്ഞത്. എന്തായാലും എക്സ്പെരിമെൻ്റ്, സിങ്ക് മെറ്റൽ റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത സമയത്ത് അവിടെ റിയാക്ഷൻ നടന്നു. ZN കോപ്പർ സൾഫേറ്റ് ZnSO4 ആയിട്ട് മാറുകയും കോപ്പർ ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കോപ്പർ ഇലക്ട്രോഡിനെ എന്നാൽ ഒരു ZnSO4 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തപ്പോൾ റിയാക്ഷൻ നടന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വരുന്നത് -0.76 ആണ്. എന്നാൽ കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ +0.34 ആണ്. പ്ലസ് നമ്മൾ പറയാറില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. 0.34 ആണ് കോപ്പറിൻ്റെ ഈ സീറോ വാല്യൂ. അപ്പോൾ അതിൽ നമ്മൾ ഈ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യുമ്പം ഈ സീറോ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പം അതിൽ
ഇലക്ട്രോൺ ലോസിങ് കപ്പാസിറ്റി കൂടുന്നാണ് പറയുക. E0 വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഗെയിനിങ് കപ്പാസിറ്റി കൂടും എന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ E0 വാല്യൂ കുറവുള്ള സിങ്ക് ആണ് എപ്പോഴും ഇലക്ട്രോൺ ലോസ് ചെയ്യുക. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ഇലക്ട്രോഡിൽ ഉള്ള Zn ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് Zn2+ ആയിട്ട് മാറും. എന്നിട്ട് ആ ഇലക്ട്രോണിനെ കോപ്പർ ഗെയിൻ ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ കോപ്പർ ഇലക്ട്രോഡ് Zn(SOFR) വെച്ച് കഴിഞ്ഞാൽ കോപ്പറിന് ഇലക്ട്രോണെ ലോസ് ചെയ്യാൻ കഴിയില്ല. കോപ്പർ ഇലക്ട്രോണെ ലോസ് ചെയ്യാത്തത് കൊണ്ട് സിങ്ക് Zn2+ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് എന്ത് വെച്ച് നോക്കിയാൽ അതിൻ്റെ E0 വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സെൽ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മനസ്സിലാക്കാൻ പറ്റും. ബൈ യൂസിങ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് യു ക്യാൻ ചെക്ക് ദാറ്റ് വെദർ ദ റിയാക്ഷൻ പോസിബിൾ ഓർ നോട്ട്. രണ്ടാമത്തേതാണ് ഓൺലി ദ സ്പീഷീസ് വിച്ച് ഹാസ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ലോവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ലോസസ് ഇലക്ട്രോൺ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മീനിങ് എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഹയർ ആവുക, അത് തന്നെയാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഹയർ ആകുമ്പോൾ അവിടെ റിഡക്ഷൻ നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഹയർ ദ E0 വാല്യൂ ഹയർ ആണെങ്കിൽ വിച്ച് ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആൻഡ് E0 വാല്യൂ ലോവർ ഏതിനാണ് ലോവർ അത് ഇലക്ട്രോണെ ലോസ് ചെയ്യും. അതാണ് അവിടെ ഓൺലി ദ സ്പീഷീസ് വിച്ച് ഹാസ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ലോവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ലോസസ് ഇലക്ട്രോൺ. അപ്പോൾ അവിടെ E0 വാല്യൂ കൂടുമ്പം ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനും E0 വാല്യൂ കുറവാണെങ്കിൽ അതിന് ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും കൂടുതലുണ്ടാകും. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു സെൽ റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ ചില എക്സാമ്പിൾസ് 3-4 സെല്ല് തന്നിട്ട് അതിൻ്റെ E0 വാല്യൂ തന്നിട്ടുണ്ടാവും അല്ലേ. ഏതൊക്കെ സെൽ റിയാക്ഷൻ പോസിബിളാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഗാൽവാനിക് സെല്ല് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊക്കെ തരം ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, 2 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ E0 വാല്യൂ കുറവുള്ളതിൽ ഓക്സിഡേഷനും കൂടുതലുള്ളതിൽ റിഡക്ഷനുമാണ് നടക്കുക. ഇനി നോക്കാം നമുക്കതിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ടു ഫൈൻഡ് ഇതേപോലെ ആപ്ലിക്കേഷൻ തന്നെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൈസിങ് പവറും റെഡ്യൂസിങ് പവർ, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കൂടുതലാണോ, അല്ലെങ്കിൽ ഏതിനാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കൂടുതൽ, ഏതിനാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതൽ, ഇതൊക്കെ നമുക്ക് ഈ സീരീസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ദിസ് സീരീസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ്. നമ്മൾ പറഞ്ഞതാണ്, ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിൻ എത്തുമ്പോഴേക്കും E0 വാല്യൂ ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇൻ ദിസ് സീരീസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഡിക്രീസിങ് ടെൻഡൻസി ടു റിഡക്ഷൻ. E0 വാല്യൂ കുറയുമ്പോൾ റിഡക്ഷൻ്റെ ടെൻഡൻസി കുറയാണ് ചെയ്യുക. ഡിക്രീസിങ് ടെൻഡൻസി ടു റിഡക്ഷൻ ആൻഡ് ഡിക്രീസിങ് പവർ ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ നടക്കുന്ന എലമെൻ്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ താഴോട്ട് വരുന്തോറും അതിന് റിഡക്ഷൻ ടെൻഡൻസി കുറവാണ്. അതുപോലെ തന്നെ അതിന് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയും താഴോട്ട് വരുന്തോറും ഡിക്രീസ് ചെയ്ത് വരും. ഫ്ലൂറിൽ നിന്ന് ലിഥിയത്തിലേക്ക് എത്തുന്തോറും റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കുറയുമെന്നാണ് അതിൻ്റെ മെയിൻ. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടേബിൾ എലമെൻറ്റ്സ് ഹാവ്
മോർ ടെൻഡൻസി ടു റിഡക്ഷൻ. അപ്പോൾ നമ്മളുടെ ഫ്ലൂറിനിലായിരിക്കും നമ്മൾ തന്നിട്ടുള്ള സീരീസിൽ ഫ്ലൂറിനിലാണ് റിഡക്ഷൻ ടെൻഡൻസി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലായിരിക്കും അതിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കൂടുതൽ വരും. അങ്ങനെ താഴോട്ട് വരുംതോറും അതിനെ നേരെ തിരിച്ച് താഴോട്ട് വരുംതോറും എന്ത് ടെൻഡൻസി കൂടുതലായിരിക്കും? ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് സോഡിയത്തിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലാണ്, അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ അത് നമ്മളുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ടോപ്പ് ഓഫ് ദ ടേബിൾ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ടോപ്പിൽ വരുന്ന എലമെൻസിന് ഹൈ ടെൻഡൻസി ടു റിഡക്ഷൻ ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കൂടുതലാണ്. എന്നാൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടേബിൾ എലമെൻറ്റ്സ് ഹാവ് ഹൈ ടെൻഡൻസി ടു ഓക്സിഡേഷൻ. താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലാണ് ആൻഡ് സോ ഹാവ് ഹൈ റെഡ്യൂസിങ് പ്രോപ്പർട്ടി. അല്ലേ? റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലാണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ടു കാൽക്കുലേറ്റ് ദ EMF ഓഫ് ഗാൽവനിക് സെൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തു എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ EMF കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എന്തൊക്കെ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും? E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഗാൽവനിക് സെല്ലിൻ്റെ E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടു കാൽക്കുലേറ്റ് E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ട് ഈസ് E0 സെൽ? EMF അല്ലേ? ടു കാൽക്കുലേറ്റ് ദ EMF ഓഫ് ഗാൽവനിക് സെൽ. ഇത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. താങ്ക് യു.